ഒരു ഉരുൾ ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല വയനാട് ചൂരൽമല നിവാസികൾക്ക്. ജീവിതം എങ്ങനെയെങ്കിലും പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണവർ. പക്ഷേ വെല്ലുവിളികൾ ഏറെയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉൾപ്പെടെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൂരൽമല പ്രദേശവാസികൾ. വെള്ളാർമല വില്ലേജ് ഓഫീസ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. റീബിൽഡ് ചൂരൽമല സമിതി സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് പങ്കെടുത്തത്. അനവധി വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു ചൂരൽമല നിവാസികളുടെ സമരം. വില്ലേജ് ഓഫീസ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. പ്രധാനമായും സർക്കാർ പ്രതിദിനം നൽകുന്ന ധനസഹായമായ 300 രൂപ 10, 11, 12 വാർഡുകളിലെ എല്ലാവർക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തൊഴിലില്ല, മഴക്കാലമായാൽ അപകട ഭീഷണിയുണ്ട്, പുഴ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒരു ഡിസ്പെൻസറി പോലും തുറക്കാനായിട്ടില്ല, 300 രൂപ ദൈനംദിന ധനസഹായം ലഭ്യമായിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ചൂരൽമലയിൽ ജീവിക്കുന്നവർ സമരവുമായി രംഗത്തെത്തിയത്. സമരത്തിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുൾപൊട്ടി അന്ന് മുതൽ ജനങ്ങൾക്ക് ഇവിടെ തൊഴിലില്ല നഷ്ടപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ അടിയന്തരമായി നമുക്ക് നൽകാമെന്ന് പറഞ്ഞാൽ 10,000 രൂപ അത് കുറഞ്ഞ ആളുകൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നാടിന് കിട്ടേണ്ട പാവപ്പെട്ട ആളുകൾ കിട്ടേണ്ട ആനുകൂല്യം ഗവൺമെൻറ് നിർബന്ധമായും അനുവദിച്ച് തരിക തന്നെ വേണം. 3 മാസത്തെ 9 മാസം തരും എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ഉദ്യോഗസ്ഥർക്ക് ഇതെന്തോ തരാനുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്താ പറയുക, എത്രയും പെട്ടെന്ന് ഈ 3 മാസത്തെ ഈ 9 മാസത്തെ തരാമെന്ന് പറഞ്ഞാൽ 300 രൂപ എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് തന്ന് സർക്കാർ ഞങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ടി സിദ്ദിഖ് MLA ആണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ദുരന്തബാധിതരുടെ ജീവനോപാധി കാലതാമസം വരുന്നു, അവരുടെ വാടക കാലതാമസം വരുന്നു, അവരുടെ ചികിത്സയിൽ വലിയ കുഴപ്പം വരുന്നു, ഇവരെ എല്ലാവരും എടുത്തിരിക്കുന്ന ഇവരുടെ ലോണുകളുണ്ട്, ആ ലോണിൻ്റെ കാര്യത്തിൽ തീരുമാനം ആകുന്നില്ല. അങ്ങനെ തുടങ്ങി അവരുടെ ജീവനോപാധി അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ ദുരന്തബാധിതരായ ആളുകൾ നേരിടുക. വാർഡുകളിലെ ജനപ്രതിനിധികളും ഉപരോധ സമരത്തിന്റെ ഭാഗമായി ഗവൺമെൻറ് തുടക്കം എന്താ പറഞ്ഞ് 10, 11, 12 വാർഡുകളിലെ എല്ലാ ആൾക്കാരും ദുരന്തബാധിതരാണ്. എല്ലാ ജോലിയും കൂലിയും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ, വീടോ കാര്യങ്ങളോ പോയ ആൾക്കാർ മാത്രമല്ല, ഒന്നില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങൾ കൊടുത്ത മരുന്നിന് എല്ലാവർക്കും നിത്യവേതനമായ 9, 18,000 രൂപ കൊടുക്കാനുള്ള അഭിപ്രായത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പോലീസും നിലയുറപ്പിച്ചിരുന്നു. വൈത്തിരി തഹസിൽദാർ സമരക്കാരുമായി ചർച്ച നടത്തി. ജില്ലാ കലക്ടറും വൈത്തിരി തഹസിൽദാരും നാളെ കൽപ്പറ്റ MLAയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. ഈ യോഗത്തിൽ നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ പരിഗണിക്കും. ഈ ഉപാധിയിലാണ് സമരം അവസാനിപ്പിച്ചത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ജീവനോപാധി അടക്കം എല്ലാം നഷ്ടപ്പെട്ടവരാണ് ചുരൽമലയിലുള്ള പലരും. അവർ ഇപ്പോഴും ഈ സഹായത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് ദുരവസ്ഥയാണ്. ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലയിലുള്ളവരാണ് ഇവരൊക്കെ. ദൈനംദിന സഹായമായ 300 രൂപ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ഉടൻ പരിഹാരം വേണമെന്നാണ് ചൂരൽമല നിവാസികൾക്ക് പറയാനുള്ളത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. ഒരാൾക്ക് സുഖമില്ലാണ്ടായാലും ഒരു പനിയോ ജലദോഷമോ ഒന്ന് BP കൂടി അയാളെ കൊണ്ട് 13 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം മേപ്പാടി എത്തണമെങ്കിൽ. ഈ രാത്രിയിൽ ഒരു വണ്ടിക്കാർ വിളിച്ചാൽ വരില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾക്കിവിടെ. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. 10,000 രൂപ സർക്കാർ അനുവദിച്ച പൈസയായിരുന്നു, അത് അന്ന് കിട്ടിയില്ല. അതും പിന്നെ നമുക്ക് പുത്തുമല ഉരുളുപൊട്ടിയ സമയത്ത് 10,000 രൂപ അനുവദിച്ചപ്പോൾ എല്ലാവർക്കും തന്നിരുന്നു. ഈ 3 വാർഡുകാർക്ക് അതും തന്നില്ല. പിന്നെ വില്ലേജിൽ എന്തിനേയും വന്ന് പറയും കളക്ടറേറ്റ് പോകാൻ. കളക്ടറേറ്റ് പോയ പറയും വില്ലേജിൽ. അങ്ങനെ ഒരുപാട് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ 9,000 കിട്ടിയേ മതിയാകുള്ളൂ. ഞങ്ങൾ മുണ്ടക്കൈയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഉരുളോട്ടിൽ ഉപ്പിയമ്മി മരണപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചൂരൽമലക്ക് തന്നെ കെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 9,000 കാര്യം പറയുമ്പോൾ അവർ നിങ്ങൾ കല്യാണം കഴിച്ചു വിട്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ തഹസിൽദാറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തഹസിൽദാറായിട്ട് നമ്മുടെ റീബിൽഡ് കൂട്ടായ്മയുടെ കൺവീനറും ചെയർമാനും അതുപോലെ കുറച്ച് നാട്ടുകാരും കൂടി കയറിയിട്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ആ ചർച്ച വിജയിച്ചിട്ടില്ലെങ്കിൽ ഈ ചർച്ച വിജയിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ദുരന്തബാധിതർക്ക് യാത്രാ സൗകര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ റോഡ് സൈഡുകളിലും മറ്റുണ്ടാകുന്ന ഈ തടസ്സങ്ങൾ നീക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു വിദ്യാലയമില്ല, ഒരു LP സ്കൂൾ വരെയെങ്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ നിർബന്ധമായിട്ട് എത്തുക. അതേപോലെ ഒരു പ്രാഥമിക ഡിസ്പെൻസറി, അതായത് ഏറ്റവും നിർബന്ധമായിട്ട് നമുക്ക്
ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ ഒരു ഷുഗർ പ്രഷർ മറ്റുള്ള എല്ലാ രോഗങ്ങളും ഉള്ള ആളുകളാണ്. അവർക്ക് ഒരു ഗുളിക മേടിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാം. ഏതായാലും ചൂരൽമലക്കാരുടെ പ്രശ്നത്തിന് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് നാളത്തെ ചർച്ചയിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.